ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഒരു ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു സാരിയാണ്. അപ്പോൾ അതിന് ഇരുന്നൂറ്റി ചില്ലറ വിലയുള്ളൂ കേട്ടോ. അതിന് ഇത്രയൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് പീസുമാണ് കേട്ടോ അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടാവും, എങ്ങനെയാണത് കറക്റ്റായിട്ട് വരിക, അതിൻ്റെ ലെങ്ത്തൊക്കെ എങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് സംശയമുള്ളവർക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതാണ് നമ്മുടെ സാരി കേട്ടോ, 5.5 മീറ്റർ സാരി. അപ്പോൾ ഞാൻ സാരിയായിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ അതാണ് നമ്മൾ ആലിയ കട്ട് നമുക്ക് ചെയ്താൽ ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ 80 പോയിൻ്റ് തുണിയുണ്ട്. അപ്പോൾ ഇത് യോക്കിൽ ഇത് മാത്രം വെക്കുകയാണ് നമ്മൾ. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ലൈനിങ്ങിൻ്റെ ഒരു തുണി എടുത്ത് നമ്മൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ആലിയുടെ ആ കട്ടിലെ ആ ഭാഗത്ത് മാത്രം നമ്മൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ ഒരു ലൈനിങ് മെറ്റീരിയലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ അപ്പോൾ ആവശ്യത്തിനുള്ള ഈ യോക്കിൻ്റെ ഭാഗം നമ്മൾ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 17 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസ് കഴിച്ചു, ബാക്കി 16 ഇഞ്ച് യോക്ക് എനിക്ക് കിട്ടും. അപ്പോൾ എനിക്കിത്തിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹൈറ്റ് ഉള്ളവരെപ്പോഴും ഈ ആലിയ കട്ടൊക്കെ തയ്ക്കുമ്പോൾ നമ്മളതൊരു ഇത്തിരി ലെങ്ത്ത് കൂടുതൽ കൊടുക്കാൻ നല്ലത് യോക്കിന്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ബസ്റ്റ് സൈസൊക്കെ കൂടുന്തോറും നമുക്ക് അത് പെർഫെക്റ്റായിട്ട് വരില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടുതൽ ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗം കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 17 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും 16 ഇഞ്ച് നമുക്ക് കിട്ടും സീം അലവൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 7.5 ഇഞ്ച് ഞാൻ ആം ഹോൾ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീനൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്ത് കൈയിൻ്റെ അവിടെ ഒരു ചെറിയ ഇറുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ കൊടുക്കണം. 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ 7.5 കൊടുത്തിരിക്കുന്നത്, ഷോൾഡറിന് 7 ഇഞ്ച്. അതിന് ഞാൻ കൊടുത്തത് ഇതുപോലെ വരച്ചെടുത്തു കേട്ടോ. എൻ്റെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം, എൻ്റെ ഫുൾ ചെസ്റ്റ് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ സീം അലവൻസ് കൊടുക്കുന്നത് 2 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇത് 2 ഇഞ്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് യോക്കിൻ്റെ ഭാഗം നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് ആ യോക്കിൻ്റെ ഭാഗത്തെ വണ്ണം, നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ വണ്ണം കേട്ടോ. ആ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് വരുന്നത് വണ്ണത്തിൻ്റെ നല്ലൊരു ഭാഗം എനിക്ക് വരുന്നത് 8.25 കേട്ടോ. അപ്പോൾ ഞാൻ 8.25 അവിടെ അടയാളപ്പെടുത്തി. അതിന് ശേഷം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. നമ്മൾ നോർമൽ എങ്ങനെ നമ്മുടെ യോക്കുള്ള നമ്മൾ കുർത്തികൾക്ക് കൊടുക്കില്ലേ, അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ആ ഒരു പീസ് മാത്രമേ നമുക്കൊരു വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ആലിയുടെ കട്ടിൻ്റെ നെക്കൊക്കെ വി അല്ല. അപ്പോൾ ഞാൻ ഇതിനും വി തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വി കട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലെങ്ത്ത് കുറച്ച് കൂടുതൽ കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നോർമലിനേക്കാളും കുറച്ച് കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട് 8 ഇഞ്ചുള്ളത് കേട്ടോ. ഇപ്പോൾ സൈസ് കുറഞ്ഞവരൊന്നും 8 ഇഞ്ച് കൊടുക്കണ്ട, ഓരോരുത്തരുടെ കണക്കിനനുസരിച്ച് കൊടുത്തത്. ഈ വി ഞാൻ പുറത്തേക്കൊന്ന് തള്ളിയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തെ കട്ടുണ്ടാവല്ലോ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ആലിയ കട്ട് ശരിക്കും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബസ്റ്റിൻ്റെ ഭാഗത്ത് മുകളിൽ പ്ലീറ്റ്സ് വരും. അത് നിങ്ങൾ ചില കുർത്തികൾക്ക് ശ്രദ്ധിച്ചാൽ കാണും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്റ്റിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എൻ്റെ ബസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 10.5 ഇഞ്ചാണ്. ഷോൾഡറിൽ നിന്ന് താഴോട്ട് 10.5 ഇഞ്ച്. 10.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 11 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ ബസ്റ്റ് സൈസ് കേട്ടോ. ആ ലെങ്ത്താണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് അടയാളപ്പെടുത്താം, അത് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു അളവ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങളുടെ ബസ്റ്റ് സൈസ് എത്രയാണോ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതൽ നമ്മളിവിടെ കൊടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് അവിടെ ഒരു ലെങ്ത്ത് കിട്ടിയില്ലേ. ഇനി അവിടെ നിന്നാണ് നമ്മൾ ചെരിച്ച് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ എനിക്ക് വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ച് എനിക്ക് വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെ അളവുകളും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മളത് ഈ ഒരു ചെരിഞ്ഞ ഭാഗത്തുനിന്ന് നമ്മുടെ ആ ഒരു കണ്ടില്ല ആ സീം അലവൻസിലേക്ക് നമ്മളൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്കറിയാമല്ലോ, ആലിയ കട്ടിൻ്റെ പ്രത്യേകത അതാണല്ലോ. അപ്പോൾ അവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കലാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അളവ് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൈസ് കറക്റ്റായിട്ട് വരും. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കയറി നിൽക്കും പ്ലീറ്റ്സ് ഒക്കെ കേട്ടോ. നമ്മുടെ ബസ്റ്റിനേക്കാൾ മുകളിലാണ് നിൽക്കുക. അത് കറക്റ്റായിട്ടുള്ളൊരു മെത്താന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. 1.25 ഇഞ്ച് നമ്മൾ ആം ഹോളിന് കോർണറിൽ കൊടുത്തു കേട്ടോ. ആ കോർണറിൽ 1.25 ഇഞ്ച് കൊടുത്തു. ആം ഹോളിൻ്റെ പകുതി എടുക്കുകയാണ്. അപ്പോൾ ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ബാക്ക് ആം ഹോൾ വരയ്ക്കില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ ആദ്യമായിട്ട് ബാക്ക് ആം ഹോൾ ഇതുപോലെ വരച്ച് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. അറിയാത്തവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നോക്കി ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആ സെൻറ്ററിൽ നമ്മുടെ ആം ഹോളിൻ്റെ പകുതി നമ്മൾ അടയാളപ്പെടുത്തില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് തള്ളി വരയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കുമല്ലോ, നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ.
അപ്പോൾ ദേ കണ്ടില്ലേ, ഞാൻ ബാക്ക് ആം ഹോള് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിയല്ല ഞാൻ ദേ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ ദേ ഇനി ഞാൻ നെക്ക് കട്ട് ചെയ്തു. ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യാത്തതിന് കാരണം കേട്ടോ. അതെ, ഈ ഒരു ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ബാക്ക് ആം ഹോള് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടാത്തതിന് കാരണമുണ്ട്. അത് വേറെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് ഫ്രണ്ട് പീസിലേക്ക്, നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു ഇതില്ലേ ആ പീസിലേക്ക് ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ബാക്കിൻ്റെ മെയിൻ ക്ലോത്താണ് കേട്ടോ. എൻ്റെ ക്രീം ആ തുണിയില്ലേ അതാണ് കേട്ടോ. ആ തുണി ഇതേ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ബാക്കിൽ എ ലൈനാണ്, സാധാ ഒരു എ ലൈനാണ് നമ്മൾ ചെയ്യണത്. അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഈ കുർത്തി ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലമൊക്കെ മുമ്പ് കേട്ടോ. അന്ന് ലൈനിങ് ഇല്ലാണ്ട ചെയ്തത്. അപ്പോൾ ഇതിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ 49 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ലെങ്ത്തിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ ഈ ഒരു കുർത്തി. ഇപ്പോൾ നമ്മുടെ ആ ബാക്കിൻ്റെ പീസ് കണ്ടില്ലേ, ആ ഫ്രണ്ടിൻ്റെ ആ ഒരു യോക്കിൻ്റെ പീസ് ഇതുപോലെ ഞാനൊരു എളുപ്പപ്പണിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ആ ഭാഗം വെറുതെ അളവ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ആ യോക്കിൻ്റെ ആ ഒരു ഭാഗം വരെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ മൊത്തം ഒന്ന് വരച്ചെടുക്കുക. ട്രേസ് എടുത്തിട്ട് നമുക്ക് താഴേക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു കണ്ടില്ലേ. അപ്പോൾ ഞാൻ ബാക്ക് ആം ഹോള് ആണ് നമ്മൾ അതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ബാക്ക് ആം ഹോളാണല്ലോ നമുക്ക് വേണ്ടത്. അവിടെ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്ത് നമുക്കിത് വെച്ച് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടില്ലേ, ഇത് വരച്ചതിന് ശേഷം നമ്മൾ ആ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എ ലൈൻ കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ തുണിക്ക് എത്രയാണോ വീതി അതിനനുസരിച്ച് നമ്മൾ താഴേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ തുണിക്ക് ഒരു 44 ഇഞ്ച് വീതിയാണ് എൻ്റെ സാരിക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു വീതിയിലേക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള ആ ഒരു വീതിയിലേക്ക് ഞാൻ വരച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ വരച്ചു കൊടുക്കുക. അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ അതിൽ ചെയ്തെടുക്കുക കേട്ടോ. കേട്ടോ അതുപോലെ താഴേക്ക് വരച്ചെടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ചോക്കിന് ഇത്തിരി തെളിച്ചോ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്താണ്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എലൈൻ കുർത്തി തയ്ക്കുമ്പോഴും നമ്മളിത് ഇതുപോലെ എന്നിട്ട് ആ ഒരു ചെരിച്ചത് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഈ കുർത്തി തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രണ്ട് ഭാഗത്തും തൂങ്ങിക്കെടുക്കും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. നമ്മളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇത്രയും കട്ടിങ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി വയ്ക്കുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കാളും ഒരു 2 ഇഞ്ച് കുറവ് നമ്മൾ വെക്കുമല്ലോ, അതുപോലെ നമ്മൾ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് പറയണില്ല, നിങ്ങൾ ലൈനിങ്ങിന് കുറവ് എടുക്കുക തുണി മെയിൻ ക്ലോത്തിനേക്കാളും. ഒരേപോലെ ഇതുപോലെ വെക്കുക. കണ്ടോ, ഇതേപോലെ ട്രേസ് എടുത്തിട്ട് വരച്ചെടുക്കുക കേട്ടോ. ബാക്ക് നമുക്ക് ലൈനിങ് അല്ല വെക്കണ്ടോ, വേറെ ഒന്നും ചെയ്യണില്ല. ഇതിൻ്റെ നെക്ക് ഞാൻ ലൈനിങ് വെച്ച് മറച്ചിട്ടാണ് ചെയ്യണത്. ക്യാൻവാസ് ഒന്നുമല്ല കേട്ടോ, ക്രോസ് പീസും അല്ല വെക്കണത്, ലൈനിങ് വെച്ച് ജസ്റ്റ് മറച്ചിട്ടുള്ളത്. ഇതുപോലെ ഞാൻ രണ്ട് തുണി ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെട്ടിക്കൊണ്ടുവന്നു. ഇനി നമ്മൾ ലൈനിങ്ങിലാണ് നമ്മുടെ ഇത് നെക്ക് കട്ട് ചെയ്യുന്നത്, നെക്ക് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. 4.5 ഇഞ്ച് ഇതിൻ്റെ ലെങ്ത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ലെങ്ത്തും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ ഒരു ബോക്സ് ആക്കുക. ഇതൊരു ബോക്സ് ആക്കിയിട്ട് നോർമൽ ഒരു റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ആലിയ കട്ട് കുർത്തിയൊക്കെ കിട്ടണേ നമുക്ക് ഇങ്ങനെ വയറൊക്കെ നന്നായിട്ട് കൂടുതലുള്ളവർക്കൊക്കെ കുറവ് തോന്നും. അപ്പോൾ അതൊരു പ്രത്യേകതയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ചുരിദാറാണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യരുത്. ഇത് ഞാനിപ്പോൾ ലൈനിങ്ങാണ് കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ ലൈനിങ് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്ത് വെച്ച് മറച്ചിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല പുറത്ത് വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊരു 1/2 ഇഞ്ചിൽ തയ്ച്ചിട്ട് മറച്ചിട്ടുണ്ടാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ബാക്കിൽ. പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞതൊന്ന് മാത്രം. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ വെക്കുക. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്തിൽ നമ്മൾ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തല്ലോ. ഇനി നമുക്ക് താഴേക്ക് ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തുണിയുടെ വീതി നോക്കാം. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ 22 ഇഞ്ചാണ്. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീതി 44 ഇഞ്ച് അറിയാമല്ലോ. അപ്പോൾ സാരിക്ക് 44 ഇഞ്ചാണ് വീതി വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അളവുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 5.5 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് എടുത്തുന്ന നേരത്തെ കണ്ടല്ലോ നമ്മൾ. ഈ ഒരു പീസ് നമ്മൾ എടുത്ത് വയ്ക്കുക. ഇതുപോലെ വരച്ചു കൊടുത്താലും മതി. ഇപ്പോൾ അളവില്ലെങ്കിലും നമ്മൾ ഈ ഒരു പീസ് എടുത്ത് വെച്ചാൽ ഈ അളവ് വെച്ചിട്ട് കണ്ട 5.5 ഇഞ്ച് ഉണ്ട് ഇതിന്. അപ്പോൾ ആ ഒരു 5.5 ഇഞ്ച് ഫുള്ളായിട്ട് മോളിൽ നിന്ന് എക്സ്ട്രാ 5.5 ഇഞ്ച് ഇടണം.
താഴേക്കാണ് നമ്മുടെ അളവുകൾ വരിക കേട്ടോ. അപ്പോൾ ആ 5.5 ഇഞ്ച് കഴിച്ചതേ 5.5 ഇഞ്ച് മുകളിൽ എക്സ്ട്രാ ഇട്ടിട്ട് താഴേക്ക് ലെങ്ത്ത് എങ്ങനെയാണ് വരണതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എത്രയാണോ മുകളിൽ 5.5 ആണെങ്കിൽ 5.5, ഇപ്പം നിങ്ങൾക്ക് 4.5 ആണെങ്കിൽ 4.5, ഇപ്പം നിങ്ങൾ എത്രയാണോ 6 ആണെങ്കിൽ 6.5 അത് നമ്മുടെ ഈ ഒരു ക്ലോത്തിൽ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മുടെ ഫോൾഡ് അല്ലാത്ത സൈഡിലേക്ക് നമ്മൾ ചെരിച്ച് വരച്ച് കൊടുക്കണം കേട്ടോ. അതെ, അപ്പോൾ കണ്ട എൻ്റെ ഫോൾഡഡ് സൈഡാണ്. ആ ഭാഗത്തുനിന്ന് ചെരിച്ച് നമ്മളിതേ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ അത് ആ ഒരു നമ്മുടെ ഓപ്പൺ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ എത്രയാണോ മുകളിൽ എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി താഴേക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 49 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത്ത് വരിക. ഞാൻ ആ കുർത്തിക്ക് മൊത്തമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു യോക്ക് 17 ഇഞ്ചാന്ന് പറഞ്ഞു. 17 ഇഞ്ചിൽ നമ്മൾ മുറിച്ചെടുത്തല്ലോ. ഇനി അപ്പോൾ 43-ന് 17 ഇഞ്ച് 49-ന് 17 ഇഞ്ച് പോയാൽ 32 ഇഞ്ച് കേട്ടോ. അപ്പം 32 ഇഞ്ച് ഞാൻ കണക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇനി മനസ്സിലാവാത്തവർക്ക് ഉണ്ടെങ്കിൽ. ഇനി അപ്പോൾ ആ 32 ഇഞ്ചാണ് ഇനി ഞാൻ എടുക്കേണ്ടത്. കാരണം ഈ 32 ഇഞ്ച് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ 5.5 ഇഞ്ച് 32 ഇഞ്ച് ഇതിൽ വന്നിട്ടുണ്ട് സ്കേർട്ടിൻ്റെ ഭാഗത്തിന്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 5.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, നേരത്തെ 5.5 ഇഞ്ച് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പീസ് തുണിയിൽ 5.5 ഇഞ്ചല്ലേ. അപ്പോൾ ആ 5.5 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി ഇട്ടിട്ട് അതിന് ശേഷം എനിക്ക് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് കണക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒന്നുകൂടി പറഞ്ഞത്. ഇനി മനസ്സിലാവാത്തവർക്ക് ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള അളവാണ് ഞാൻ എടുക്കേണ്ടത് കേട്ടോ. അതാണ് എൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ കറക്റ്റ് ലെങ്ത്ത് ഞാൻ 32 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തണം, 5.5 ഇഞ്ച് മുകളിൽ എക്സ്ട്രാ അടയാളപ്പെടുത്തണം. ഇതിപ്പോൾ അറിയാണ്ടിരിക്കാനുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണക്കല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്ക് 5.5 ഇഞ്ചിന് ശേഷം ബാക്കി 32 ഇഞ്ച് ഞാൻ താഴേക്ക് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത കറക്റ്റ് അളവ് തന്നെയായിരിക്കും, ഒരു വ്യത്യാസം വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുകയാണ് കേട്ടോ. ചെരിച്ച് വരച്ചെടുക്കുകയാണ്. കണ്ടില്ലേ. അപ്പോൾ ചെരിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. അതും അവിടെ തൂങ്ങിപ്പോവാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഈ ചെരിഞ്ഞ ഭാഗം ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഫോൾഡ് അല്ലാത്ത ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അവിടെയാണ് നമ്മൾ ആ പ്ലീറ്റ്സ് നമ്മൾ ഇടേണ്ടത്. നമ്മൾ നേരത്തെ ആ ഒരു വെട്ടിയില്ലേ ആ ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടുക. ഇനി അതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്നാലും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് കിട്ടുമല്ലോ. എന്നിട്ട് അവിടെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടുക. ഇടുമ്പോൾ പറഞ്ഞുതരാം ഞാൻ. ഇനി ഇതിന് ലൈനിങ് എടുക്കണമല്ലോ. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ, അതായത് നമ്മളിപ്പോഴത്തെ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിനുള്ള തുണിയാണ്. ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കണ്ടില്ലേ, ബാക്ക് പാർട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിലൊരു ഐഡിയ പറഞ്ഞുതരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ തുണി രണ്ടായിട്ട് മടക്കി വെച്ചു. നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്കുള്ള തുണി അടിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു. എ ലൈൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താണ് എടുത്ത് വയ്ക്കുന്നത്, നമ്മുടെ യോക്കിൻ്റെ പോർഷൻ എടുത്തു വെച്ചു. എന്നിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ, ഒന്ന് പിൻ കുത്തി കൊടുക്കുക കണ്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ തുണി ഇട്ടിട്ട് രണ്ടായിട്ട് മടക്കി വെച്ച് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള സ്കേർട്ട് ഭാഗത്തേക്കുള്ള ലെങ്ത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാണിച്ചു തരണ ഈ പോയിൻ്റില്ലേ, ആ ഒരു ഇതാടാ ഈ ഒരു പോയിൻ്റ് ഒപ്പം ആ താഴത്തെ തുണിയിലേക്ക്, ആ ഫോൾഡഡ് സൈഡിലേക്ക് തന്നെ ആ ഒരു പോയിൻ്റ്, ആ കൂർത്ത ഭാഗം ആ താഴത്തെ ആ തുണിയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ തുണി വെക്കുക കേട്ടോ. കണ്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഒരു കണ്ടോ, ആ വി ഷേപ്പിൻ്റെ ആ ഭാഗം നമ്മുടെ താഴത്തേക്ക് ഒരേപോലെ വരണ രീതിയിൽ ആയിരിക്കണം നമ്മൾ തുണി വെക്കേണ്ടത്. കണ്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിലേറെ കേട്ടോ. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് കട്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ പറയണത്. അപ്പോൾ അതാണ്ടില്ലേ ഈ ഒരു പോയിൻ്റ് ഇതുപോലെ വരച്ചെടുക്കുക, ഈ ഒരു ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവുക അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് കേട്ടോ. ഇതുപോലെ താഴേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക. കണ്ടോ. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയല്ലോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അതിനുശേഷം ഇതുപോലെ നമ്മൾ കിട്ടി അവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആ കറക്റ്റ് ആ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് തന്നെയാണ്, അത് പൊസിഷൻ മാറ്റി ഞാനൊന്ന് ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴേക്ക് വരച്ചു കൊടുക്കുക. നമ്മുടെ ആ ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ കണ്ടില്ലേ, ആ ലെങ്ത്ത് കറക്റ്റായിട്ട് വരും. ഇതുപോലെ വരും കേട്ടോ. അപ്പം നമുക്കിതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയല്ലോ. കണ്ടില്ലേ, ആ വീതിയും ഒക്കെ വന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്താൽ മതി. ഇനി നമ്മുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെരിച്ചതേ ആ ഒരു പോയിൻ്റില്ലേ, നമ്മുടെ ആ ചെരിച്ച ഭാഗം അതൊന്ന് ചെരിച്ച് നമ്മളൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ചെരിച്ച് വരച്ചു കൊടുക്കും.
എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുത്തു. അതിനുശേഷം ദേ വരച്ചു നമ്മൾ മാറ്റിയിട്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു പോയിൻ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. കണ്ടില്ലേ? അപ്പം നമുക്ക് ദേ ഇതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം കണ്ടോ കൂടുതലായിട്ട് വന്നേക്കണുണ്ട്. ആ ഒരു എക്സ്ട്രാ ഭാഗം നമ്മൾ അതിലേക്ക് പ്ലീറ്റ്സ് ഉൾക്കൊള്ളിക്കുകയാണ്. പ്ലീറ്റ്സ് ഉൾക്കൊള്ളിച്ച് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ കാര്യം പറയാം. അപ്പോൾ സ്ലീവ് ദേ നമ്മൾ സ്ലീവിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. അതേ 4ആയിട്ട് മടക്കി 2 സ്ലീവിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് ഞാൻ പറയാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ദേ ഒരു 1/2 ഇഞ്ച് നമ്മളിത് ഇതുപോലെ ഇടുന്നുണ്ട്. 1/2 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പീസ്. അപ്പോൾ ആ ഒരു പീസിന് വേണ്ടിയിട്ട് അത് മടക്കി ഇതാക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് എടുത്തു. അതിനുശേഷം ഞാനിതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 16 ഇഞ്ചാണ്. കണ്ടോ? ദേ ഇതുപോലെ 15 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ 15 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് എടുത്തു. കണ്ടില്ലേ? അതിനുശേഷം ദേ ഇപ്പുറത്തുനിന്ന് ക്യാപ്പ് ഹൈറ്റ് എടുക്കുകയാണ്. ഒരു 3.5 ഇഞ്ചാണ് എനിക്ക് വരിക കേട്ടോ. ക്യാപ്പ് ഹൈറ്റിൻ്റെ ലൈൻ ദേ ഇതുപോലെ നമ്മളൊന്ന് നേരെ വരച്ചു കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെയും ക്യാപ്പ് ഹൈറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച് ഇതിൽ അടയാളപ്പെടുത്തുക. ഇനി ഇതുപോലൊരു ചെരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ ചെസ്റ്റിൻ്റെ 4 ഭാഗത്തിനേക്കാളും 1.25 ഇഞ്ച് കുറവ് കേട്ടോ. അപ്പം എൻ്റെ ചെസ്റ്റ് 40 അതിൻ്റെ 4 10 അതിൻ്റെ 1.25 ഇഞ്ച് കുറവാണ് ദേ ഇതുപോലെ ചെരിച്ച് ഞാൻ എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ദേ ഇതുപോലെ വരും കേട്ടോ. അപ്പം ഞാൻ ആ ചെരിവ് ദേ ഇതുപോലെ എടുത്തു. കണ്ടോ? ആ ചെരിവിലേക്കാണ് ഞാൻ ദേ ഇതുപോലെ നമ്മുടെ നമ്മുടെ ഷേപ്പിൽ നമ്മുടെ കൈയിൻ്റെ ആ ഷേപ്പ് ദേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഷേപ്പ് വരണേന്നുള്ളത്. കണ്ടില്ലേ? ഇനി അതിന് ശേഷം നമ്മൾ ദേ ഇതുപോലെ 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. നമ്മൾ സീം അലവൻസ് കൊടുത്താൽ അതാണല്ലോ. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ഓപ്പൺ ഞാൻ കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.25 ഇഞ്ചാണ് കേട്ടോ. ഇതുപോലെ 5 ഇഞ്ചാണ് കൊടുക്കണം. സോറി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ 5 ഇഞ്ച് കൊടുത്താണ്. അതിന് ശേഷം 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് സാധാരണ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുക കേട്ടോ. അതെ ഇതുപോലെ ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് വരച്ച് നമ്മൾ എടുക്കണം. കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പറഞ്ഞു പോകണം. കുറേ പ്രാവശ്യം ഞാൻ സ്ലീവിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇനി ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളൊരു പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു 2 ഇഞ്ചിൻ്റെ ഒരു പീസും കൂടിയും നമ്മൾ വെച്ച് കൊടുക്കും കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തയ്ക്കുന്ന സമയത്ത്. നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ആ ഒരു ഭാഗത്ത് പീസും കൂടി വെക്കാം. ഇനി ഈ തുണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കൊണ്ട തുണി നല്ല മെയിൻ ക്ലോത്തിൻ്റെ നല്ല പുറത്ത് വെച്ചിട്ട് ലൈനിങ് വെച്ച് നമ്മൾ തയ്ച്ച് മറച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് മറച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളിത് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പീസ് തുണിയിൽ. ഇനി നമ്മുടെ പ്ലീറ്റ്സുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി നമ്മളെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും നമ്മളെടുത്തു. കണ്ട മെയിൻ ക്ലോത്ത് നല്ല വീതിയുണ്ട്, വിരിവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ലൈനിങ്ങിൻ്റെ കറക്റ്റ് വീതി ഉണ്ടാവുള്ളൂ. ലൈനിങ്ങിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് മെയിൻ ക്ലോത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മൾ ഒരു കാരണവശാലും പ്ലീറ്റ്സ് എടുക്കരുത്. മെയിൻ ക്ലോത്ത് മാത്രം എടുക്കാൻ പാടുള്ളൂ. ലൈനിങ് നമ്മുടെ കറക്റ്റ് അളവാണ്, അതൊന്നും ചെയ്യരുത്. അതിലേക്ക് നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്തില്ലേ അത് മാത്രം പ്ലീറ്റ്സ് വെച്ചിട്ട് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. പിന്നെ ഇതുപോലെ നമ്മൾ മറച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ നെക്കൊക്കെ ശരിയാക്കി ഇതുപോലെ മറച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിൻ്റെ ചുറ്റോറും ഞാൻ ഇതുപോലെ ഒന്ന് തയ്ച്ച് ഒരു അരയിഞ്ചിൽ ഞാൻ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തു കേട്ടോ. ഇനി നമുക്കിതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊണ്ടുവന്നു. കണ്ടോ? ഞാൻ കാണിച്ചു തരാം. വേണ്ട ഈ ലൈനിങ്ങിൽ ഞാൻ ഒരു പ്ലീറ്റ്സ് പോലും ഇട്ടില്ല, കാരണം നമ്മുടെ കറക്റ്റ് അളവാണ്. കണ്ടോ? ഞാൻ പ്ലീറ്റ്സ് ഇട്ടില്ല. നമ്മുടെ മെയിൻ ക്ലോത്തിലാണ് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഞാൻ ആ ഒരു ലൈനിങ്ങിലേക്ക് കണ്ടോ അത് ഉൾക്കൊള്ളിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പാർട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തി വെച്ച് കറക്റ്റായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊണ്ടുവരാം. വലിയ പ്ലീറ്റ്സ് ഒന്നും കിട്ടില്ല, വീതി കുറഞ്ഞ തുണിയല്ലേ. ഇനി അധികം പ്ലീറ്റ്സ് ഇടണമെങ്കിൽ വീതി കൂടുതലുള്ള തുണി നമ്മൾ ഇതുപോലെ വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തയ്ച്ചൊന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ വരും കേട്ടോ. കണ്ടോ? ഞാൻ ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ? ഇപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ അധികം പ്ലീറ്റ്സ് ഇട്ടില്ല. അവിടെ നമ്മുടെ സീം അലവൻസിൻ്റെ ഭാഗമല്ലേ, അപ്പോൾ അവിടെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും പ്ലീറ്റ്സ് അധികം ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് മുന്നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അവിടെ നമ്മൾ സീം അലവൻസ് ആണല്ലോ, അപ്പോൾ അത് നമുക്ക് കാണാത്ത ഭാഗമല്ല, അപ്പോൾ അവിടെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിന് അടുത്തത് കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ബാക്ക് പാർട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്ക് പാർട്ട് ഞാൻ നല്ല പുറത്ത് വയ്ക്കുക കേട്ടോ. അതായത് ഇതിൻ്റെ ഇതുപോലെ 1/2 ഇഞ്ചിൽ തയ്ച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു തെറ്റത്തായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണത്.
അപ്പോൾ ഇനി ഇത് അറിയാണ്ട് പറഞ്ഞില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഇത് കണ്ടാലെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് ചുറ്റും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് നല്ല പുറത്തിൻ്റെ, അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല പുറത്ത് വെച്ചിട്ടാണ് ലൈനിങ് തയ്ക്കുന്നത് കേട്ടോ. ലൈനിങ് ഇതുപോലെ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ലൈനിങ് പിന്നിലേക്ക് മറച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. അതേ ഇതുപോലെ നമ്മൾ പിന്നിലേക്ക് മറച്ചിട്ടാണ്, കണ്ടില്ലേ? പിന്നിലേക്ക് മറച്ചിട്ട് ലൈനിങ് പിന്നിലേക്ക് പോകും, കണ്ടോ? മനസ്സിലായല്ലോ. എന്നിട്ട് ദേ ഇതുപോലെ അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പം നമ്മുടെ ദേ കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ നെക്ക് ഫിനിഷായി കിട്ടിയിട്ടോ. അപ്പം നെക്കിൻ്റെ ബാക്കിയൊന്നും ചെയ്യരുത്, ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതിന് ജോയിൻ ചെയ്യണമെന്ന് നോക്കാം ഷോൾഡറുകൾ. അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കരുത്, അതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ടോപ്പ് സ്റ്റിച്ചും എല്ലാ പണികളും നമ്മൾ കഴിക്കണം. അത് കഴിച്ചിട്ട് ബാക്ക് പാർട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കരുത്, എല്ലാം ഫിനിഷിങ് ആക്കരുത് കേട്ടോ. ഇതുപോലെ വെക്കുക കേട്ടോ. നമ്മുടെ ഇതിൻ്റെ എല്ലാ പണികളും നമ്മൾ കഴിക്കാം. ഇതിൻ്റെ എല്ലാ പണി നമ്മൾ കഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കുക കേട്ടോ. ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എടുക്കുക. ഇത് ആ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെക്കുക കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ? അപ്പം നമുക്ക് നീറ്റായിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ചിൽ നിങ്ങൾ നെക്കല്ല ഷോൾഡർ ഫിനിഷ് ചെയ്യാനാണ്, സോറി. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ച് കൊണ്ടുവരിക, തയ്ച്ച് എടുക്കുക കേട്ടോ. അതിന് നമ്മൾ ഇതുപോലെ മറച്ചിടുമ്പോൾ നമ്മുടെ ആ തയ്യൽ തുമ്പൊന്നും കാണാണ്ട് ഉള്ളിലേക്ക് പോകുന്ന ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, എല്ലാവരും അറിയണവരിപ്പോൾ ഇത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അത് ഞാൻ പറയുമ്പോൾ എല്ലാം പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതിൻ്റെ ഇതിൻ്റെ സ്ലീവ് ഞാൻ ഇതുപോലെ ലൈനിങ് ഒക്കെ ഇട്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ. ലൈനിങ് ഇട്ടിട്ടുണ്ട് ഈ സ്ലീവിന്, കനം കുറവാണല്ലോ. അപ്പോൾ ലൈനിങ് ഇട്ട് കൊടുത്തു ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ എല്ലാം ഒരുമിച്ച് വെച്ച് തയ്ച്ചു കേട്ടോ. അപ്പോൾ തയ്ച്ചു ഇതുപോലെ. അപ്പോൾ ഞാൻ ഒരു 4 ഇഞ്ചിൻ്റെ പീസ് തുണി ഇതുപോലെ എടുത്തു. എന്നിട്ട് അത് വേണ്ട ഇതുപോലെ 4 ഇഞ്ചിൻ്റെ പീസ് തുണി എടുത്തു, നമ്മുടെ ആവശ്യത്തിന് ലെങ്ത്തിനുള്ളത്. എന്നിട്ട് നമ്മുടെ അതിൻ്റെ ചീത്ത പുറത്താണ് വെച്ച് തയ്ക്കുന്നത് കേട്ടോ. ഇതുപോലെ ചീത്ത പുറത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്കുക. നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ സ്ലീവിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്ത് മറ്റേ സ്ലീവ് ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരുപാട് ആളുകൾക്ക് അറിയേണ്ടതാണ് ഈ കുർത്തിയുടെയൊക്കെ, പക്ഷെ എന്നാലും ഞാനൊന്ന് പറയണമെന്ന് മാത്രം. ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തയ്ച്ച് നോക്കുക. ഇത് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ, ഷെയർ ചെയ്തോളൂ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.